കിറ്റി എന്നെ ഫോണിൽ വിളിക്കുന്നു. ഹലോ കിറ്റി, ഇർഷാദ്. അതെന്താ ഹണി നീ അങ്ങനെ പറഞ്ഞത്? കാരണം നീ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കവിത കേൾക്കുന്ന പോലെ തോന്നുന്നത്. പിന്നെ നീ സംസാരിക്കുമ്പോണ്ടല്ലോ എനിക്ക് പാട്ട് പാടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത്. താങ്ക് യു ഹണി. ഇതുപോലുള്ള മോട്ടിവേഷൻ ആണ് എനിക്ക് വേണ്ടത്. കാരണം നാളെ എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ധൈര്യം കിട്ടും. അത് ശരി, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലോട്ട് വരാം. എന്റെ പൊന്നെ, ഈ ഖന്ന സാർ ഉണ്ടല്ലോ, അങ്ങേരെ എവിടെ എന്ത് വെക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ വന്നു. അയ്യോ, ഹലോ കിറ്റി, ഞങ്ങൾ നിനക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി വന്നിരിക്കുന്നേ. ഹലോ ഫ്രണ്ട്സ്. എന്താ പറഞ്ഞേ? സിമ്പിൾ 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 എന്നാ അവൻ പറഞ്ഞേ. നാളത്തെ കോമ്പറ്റീഷൻ നിനക്ക് സിമ്പിൾ ആയിരിക്കും. എന്നെക്കാളും വലിയൊരു പിമ്പിളാ കിറ്റിക്ക് വന്നിരിക്കുന്നത്. ഇതുപോലൊരു പിമ്പിളിനെ മിക്കവാറും ഒരു റേഷൻ കാർഡ് കൂടി വേണ്ടി വരുമെന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? കിറ്റിയുടെ സന്തോഷം കണ്ടിട്ട് തോന്നുന്നേ അവൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നാ. അഥവാ അറിഞ്ഞ നാളത്തെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലാണ്ടാകും. ഇതിനെ കുറിച്ച് കിറ്റിയോട് നമ്മൾ പറയാനേ പാടില്ല. അല്ല, എന്ത് പറയാൻ പാടില്ലെന്നാ നിങ്ങൾ പറയുന്നത്? പറ. അതായത് നിന്റെ പിമ്പിൾ. ടിമ്പിളല്ല, ടിമ്പിൾ 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 എന്നൊരു നടിയുണ്ട്, കാണാൻ നല്ല ഭംഗിയാ. എനിക്ക് ഭംഗിയില്ലെന്നാണ് പറഞ്ഞു വരുന്നേ. നീ ഡിമ്പിൾ അല്ലെങ്കിലും നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. നിന്റെ ഭംഗിയെ തോൽപ്പിക്കാൻ ആരുമില്ല. എന്റെ ഈ പിമ്പിളിന്റെ കാര്യം അറിയാതിരിക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഹൗ സ്വീറ്റ്. ഇവരൊന്ന് പറ്റിച്ചാലോ? നിങ്ങളോട് നിക്ക്, ഞാൻ പോയി മേക്കപ്പ് ചെയ്തിട്ട് വരാം. മേക്കപ്പോ? അയ്യോ കണ്ണാടി, സോർദാറെ കണ്ണാടി മാറ്റ്, ഞാൻ ഇപ്പൊ തന്നെ എത്താം. ഐഡിയ. സോറി, അറിയാതെ കൈതട്ടി വീണതാ. ഓ, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ പണി. സോർദാറിനോട് സംസാരിച്ച് ഞാനും ഇപ്പൊ സോർദാറിനെ പോലെയായി. Just joking, guys. എന്തിനാ വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഇനി വേണ്ട, ഞാൻ മേക്കപ്പിന് പിന്നെ ചെയ്തോളാം. ഞാൻ ഒരുപാട് ടയേർഡായി പോയി. ഹണി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാവോ? വെള്ളത്തിന്റെ റിഫ്ലക്ഷനിലെ കിറ്റി എങ്ങനെ പിമ്പിൾ കണ്ടാലോ? കിറ്റി, നീ കോഫി കുടിക്കേ. ഹണി നന്നായിട്ട് കോഫി ഉണ്ടാക്കും. ഇന്നലെ എനിക്ക് ഉണ്ടാക്കി തന്നു. എനിക്ക് പോലും എന്റെ കൈ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ? കാരണം ഈ കൈ കൊണ്ടല്ല ഞാൻ ഇന്നലെ കോഫി കുടിച്ചത്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാ. വേണ്ട, ഈ ട്രെയിൽ തീർച്ചയായിട്ടും മുഖം കാണാൻ പറ്റും. ഓ, പോപ്പട്ടെ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തായാലും കോഫി താഴെ പോയത് നന്നായി. അത് കഴിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമായി പോയനെ അല്ലേ? ഈ കോഫി കുടിച്ചാണ് എന്റെ മുത്തശ്ശന്റെ പല്ല് മുഴുവൻ കൊഴിഞ്ഞു പോയത്. അതെങ്ങനെയാ? കോഫിക്കുള്ളിലെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. അത് കടിച്ചപ്പോ പല്ലെല്ലാം പൊടിഞ്ഞു പോയി. ശരി ശരി, ഞാൻ പോയിട്ട് ഇപ്പൊ വരാവേ. ഇവിടെ എല്ലാ സ്ഥലത്തു നിന്ന് റിഫ്ലക്ഷൻ വന്നോണ്ടിരിക്കുകയാണ്. കിറ്റിയുടെ മുഖം തീർച്ചയായിട്ടും തറയിൽ കാണാൻ പറ്റും.
ഐഡിയ. നിങ്ങൾ ചെയ്തു കൂട്ടുന്നൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്റെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുണ്ടോ എന്നാണ്. എന്തോന്ന്? അതെ. എന്താ? എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നിന്റെ മുഖത്ത് ഒരിക്കലും പിമ്പിൾസ് വരില്ല. നമ്മുടെ മൂഡ് മാറാനായിട്ട് നമുക്ക് ഒളിച്ചു കളിക്കാം. കിട്ടിയുടെ കണ്ണിലെ തുണിക്കെട്ട്. എപ്പോ എല്ലാവരെയും പിടിക്കുന്നുവോ അപ്പൊ ആ തുണി അഴിക്കാം. നീ ഒന്ന് സൂക്ഷിച്ച് നടക്ക കിറ്റി. ഞങ്ങളിതേ ഇവിടെയുണ്ട്. നീ വന്ന് എന്നെ പിടിക്ക്. ഞാൻ ഔട്ടായി. ഞാനും ഔട്ടായി. തുണി കെട്ടിയത് കൊണ്ട് അവൾക്ക് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. ഈ സോർദാറിനെ കൊണ്ട് തോറ്റു. ആവശ്യമില്ലാത്ത ഓരോരോ ഐഡിയകൾ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നീ വേണമെങ്കിൽ നോക്കിക്കോ, അവൾക്ക് കണ്ടെത്താനാവുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. നീ ഒന്ന് വാ അടയ്ക്കും. വാ തുറന്നാലേ പ്രശ്നങ്ങളാ. അല്ല, കിട്ടിയെങ്ങോട്ട് പോയി? പുറത്തേക്ക് പോയി. അതെന്താ നീ നേരത്തെ പറയത്തെ? നീയല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞത്. ഞാൻ നിന്നോട് ആ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നമുക്ക് കിറ്റിയെ കണ്ടുപിടിക്കണം. ഞാൻ രണ്ടുപേരെ പിടിച്ചു. ബാക്കിയുള്ള രണ്ടുപേരെ ഞാൻ വൈകാതെ തന്നെ പിടിക്കും. എങ്ങനെയെങ്കിലും അവളെ തടഞ്ഞേ പറ്റൂ. ഇത്രയും ഞാനോ? ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാലും അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ട് മാറും. വാ ഇടയ്ക്ക്. നമുക്ക് പെട്ടെന്ന് കിറ്റിയെ കണ്ടുപിടിച്ചേ പറ്റൂ. നോക്ക്, കിറ്റിയെ ഉടനെ കണ്ടെത്തണം. വേഗം വാ. ഇതെന്താ എല്ലാ വശത്തും കഥ കൊണ്ടല്ലോ. എന്തായാലും ഒറിജിനൽ ഏതാ? ഇത് പറ്റിയൊരു അവസരമാ. ഹണിയെ അടിക്കാൻ പറ്റില്ല. അവന്റെ റിഫ്ലക്ഷൻ ഇട്ടെങ്കിലും രണ്ടെണ്ണം കൊടുക്കട്ടെ. സോറി ഹണി. ഐഡിയ. ഇങ്ങനെ എല്ലാ ഗ്ലാസുകളും പൊട്ടിക്ക്. അപ്പൊ നമുക്ക് ഒറിജിനൽ വാതിൽ കിട്ടും. ദേ നോക്ക്, അതാണ് ശരിക്കുള്ള വാതിൽ. നീ കിറ്റിയെ കണ്ടോ? ഇല്ല, കണ്ടില്ല. മതി മതി, ഈ കളി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ തുണി അഴിക്കാൻ പോവാ. അയ്യോ വേണ്ട കിറ്റി. വേണ്ട കിറ്റി. രക്ഷപ്പെട്ടു. എന്തിനാ നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത്? എനിക്ക് ഇങ്ങനെ ഇരുട്ടത്തിരുന്ന വല്ലാണ്ട് പേടിയാവും. ഓ
അതെ കിറ്റി, നീ കരയാതെ, കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അതെ, ടാക്സി, പ്ലെയിൻ, പിന്നെ പിമ്പിൾ, ഇതൊക്കെ വരും പോവും. ദേ പോപ്പട്ടിനാണെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് പിമ്പിൾസ് ഉണ്ട്. ദാ ചുവന്നിരിക്കുന്ന കണ്ടില്ലേ? എടാ, ഇതെന്റെ ചുണ്ടാണ്, അവന്റെ ഒരു തമാശ. ഓ പിമ്പിൾ വന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളെ ചുമ്മാ വട്ടാക്കിയതാ. പക്ഷെ ഈ പിമ്പിള് കാരണം ഇന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ ഫ്രണ്ട്സിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. കിറ്റി, പിമ്പിൾ അപ്പൊ നിനക്കൊരു പ്രശ്നമല്ലല്ലോ? അതിന് ഇതൊരു വെറും പിമ്പിള് മാത്രമല്ലേ? പക്ഷേ നാളെ നിന്റെ കോമ്പറ്റീഷൻ ആണ്. ഈ പിമ്പിൾ കാരണം നിന്റെ കോമ്പറ്റീഷൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ എന്റെ മെഹന്തി കോമ്പറ്റീഷൻ ആണ്. അവിടെ ഫേസിന് ഒരു സ്ഥാനവും ഇല്ല. എന്ന് വെച്ചാ നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ച് വെറുതെയാണോ? എന്നാ പിന്നെ വാ, നമുക്ക് സോനുവിന്റെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തേക്കാം. സോനു ആരാ? ഞാൻ ഈ പിമ്പിളിലിട്ട പേരാണ്. Smile, please.